കുറുപ്പമ്പടിയിലെ 2 മൈനർ കുട്ടികളെ ഒരു ടാക്സി ഡ്രൈവർ പീഡിപ്പിച്ചു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തപ്പം തന്നെ പോലീസ് വളരെ സ്വിഫ്റ്റായിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ ഉത്സാഹത്തോടുകൂടി കേസ് അന്വേഷണം നടത്തി. ആ കേസിനകത്ത് ഇപ്പം കുറുപ്പമ്പടിയിലെ ധനേഷ് കുമാർ എന്ന ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുറുപ്പമ്പടി സ്കൂളിലെ 2 കുട്ടികൾ, 10-12 വയസ്സുള്ള കുട്ടികൾ, അവരുടെ പിതാവ് നേരത്തെ മരിച്ചുപോയി. അവരെ അമ്മയായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിതാവ് അസുഖമായി കിടന്ന സന്ദർഭത്തിൽ സ്ഥിരമായി ഒരു ടാക്സി വിളിച്ചിട്ടാണ് പോകുന്നത്. ആ ടാക്സിയിലെ ഡ്രൈവറാണ് ധനേഷ് കുമാർ. ഏതായാലും പിതാവ് മരിച്ചു. അതിനുശേഷം അമ്മയായിട്ട് ഇയാൾ അടുത്തു. അവർ ലിവിങ് ടുഗദർ പോലെയാണ് ആ വീട്ടിൽ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. കുട്ടികൾ 2 പേരും വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാൾ അമ്മയുടെ ഒപ്പം കണ്ടിട്ടുണ്ട്, അവിടെ വരും, നിത്യസന്ദർശകനാണ്, വീട്ടിലൊരു അംഗം പോലെ തന്നെ കരുതുന്നു. കുട്ടികളെ ഇയാൾ പതുക്കെ പതുക്കെ പീഡിപ്പിക്കാൻ തുടങ്ങി. 2 കുട്ടികളെയും പീഡിപ്പിച്ചു. അതിനുശേഷം കുട്ടികളുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ മറ്റ് പെൺസുഹൃത്തുക്കളെയൊക്കെ കണ്ടു ഇയാൾ. ആ കുട്ടികളോട് ഇയാൾക്ക് താല്പര്യം തോന്നി. അപ്പം തൻ്റെ വീട്ടിലെ കുട്ടികളോട് പറഞ്ഞ് അവരെ ഈ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചുകൊണ്ട് വരണം, കാരണം അയാൾക്ക് ആ കുട്ടികളോട് താല്പര്യം തോന്നി. അങ്ങനെ വന്നപ്പം ആ പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരികളെടുത്ത് ഈ കാര്യം അവതരിപ്പിച്ചു. തങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്തേക്ക് നാളെ നിങ്ങളെ കാണണമെന്ന് പറയുന്നു, വീട്ടിലേക്കൊന്ന് വരണം. അങ്ങനെ ഒരു മെസ്സേജ് ആ പെൺകുട്ടിയുടെ അമ്മ കണ്ടു. അമ്മ അതേ സ്കൂളിലെ ഒരു ടീച്ചറാണ്. അവർക്ക് കാര്യം മനസ്സിലായി. അവർ എന്തായാലും പോലീസിൽ അറിയിച്ചു. അമ്മയുടെ ആ സാന്നിധ്യം, അല്ലെ അമ്മയുടെ ആ നടപടി കൊണ്ടാണ് 2 പെൺകുട്ടികൾ രക്ഷപ്പെട്ടത്. അവരുടെ മകളെയും ഇതുപോലെ പീഡിപ്പിക്കാൻ ഇടവന്നേനെ ഏതായാലും സമയോചിതമായി ആ ടീച്ചർ ഇടപെട്ടു. കുട്ടികളാണ്, അവർക്ക് വിവരങ്ങൾ കുറവാണ്, 10-12 വയസ്സേ ഉള്ളൂ. ഈ 2 കുട്ടികളെയും പീഡിപ്പിക്കുന്ന ഈ ടാക്സി ഡ്രൈവർ അയാൾക്ക് കുട്ടികളുടെ കൂട്ടുകാരികളിൽ താല്പര്യം തോന്നിയ സൂത്രത്തിൽ വീട്ടിൽ വിളിച്ചു വരുത്താൻ ശ്രമം ഉണ്ടായി. എന്തായാലും അതിന് വഴിപ്പെട്ടില്ല. അതിനു മുമ്പ് പിടി വീണിരിക്കുന്നു. കുറുപ്പമ്പടി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു. കുട്ടികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു. ആ കുട്ടികളെ പീഡിപ്പിച്ച ഇയാൾ തന്നെ എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അയാളെ പോലീസ് ഇപ്പം അറസ്റ്റ് ചെയ്തെന്ന് മനസ്സിലാവുന്നു. ആ വീട്ടിലെ അമ്മയോടൊപ്പം ലിവിങ് ടുഗദർ നിലവാരത്തിൽ ഇവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. അയ്യമ്പുഴ സ്വദേശിയായ ആ സുഹൃത്ത് അവരുടെ ഭർത്താവ് മരിക്കുന്നിടം വരെ ആ വീട്ടിലെ നിത്യസന്ദർശകനും ആ കുട്ടികളുടെ പിതാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിത്യം വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ആ സൗഹൃദം വളർന്നത്. ആ സൗഹൃദം വളർന്ന അമ്മയായിട്ട് അടുപ്പമായി. അമ്മയായിട്ട് ഭാര്യാഭർത്തൃ ബന്ധം പോലെ തുടർന്നു വന്നു. ആ വീട്ടിലെ നിത്യ സന്ദർശകരായി. അച്ഛൻ്റെ സ്ഥാനത്ത് ഈ കുട്ടികൾ ചിലപ്പം കണ്ടിരിക്കാം. ആ കുട്ടികളെ ഇയാൾ പതുക്കെ പീഡിപ്പിച്ചു. ആ പീഡനം കുട്ടികളായിട്ട് പറഞ്ഞില്ല, പക്ഷേ കുട്ടികളുടെ കൂട്ടുകാരിയെ ഇയാൾ വളയ്ക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് കൃത്യമായി ആ കുട്ടികളുടെ മാതാവിന് മനസ്സിലാകുന്നത്. ഈ 2 കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ ടീച്ചർ അത് പോലീസിൽ പരാതിപ്പെട്ടു. അങ്ങനെ ആണ് ഇതിലേക്ക് വെളിച്ചം വീശുന്നത്. കുറുപ്പമ്പടി പോലീസ് സമയോചിതമായി കൃത്യമായി ഇയാളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് അയാളോടൊപ്പം അമ്മയെ ഇതിന് കൂട്ടുനിന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പോലീസ് അവരെ ചോദ്യം ചെയ്ത് അവരുടെ റോൾ എന്താണ്, ഈ കുട്ടികളെ പീഡിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് തൻ്റെ ലിവിങ് ടുഗദർ ഭർത്താവിന് കൊടുത്തോ ഇല്ലയോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ ഒക്കുള്ളൂ. വാളയാർ കേസിന് ഇതുപോലെ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ കേസിൽ നമുക്കറിയാം, ആ 10-12 വയസ്സുള്ള 2 പെൺകുട്ടികൾ തൂങ്ങി മരിച്ച വിവരം അറിയാം. അതിനകത്ത് പല അന്വേഷണ ഏജൻസികളും വന്നു, CBIയും വന്നു. ആ കേസിനകത്ത് ആ 2 കുട്ടികളുടെയും മരണം, അത് മൂത്ത കുട്ടി എങ്ങനെയെങ്കിലും ആ ഉത്തരത്തിൽ പിടിച്ചു പറ്റി തൂങ്ങൂ എന്ന് വിചാരിക്കും. പക്ഷേ 10 വയസ്സുള്ള പെൺകൊച്ച് ആ ഉത്തരത്തിൽ കൈയെത്തൂല്ല. ആ പെൺകുട്ടി ആ മേശപ്പുറത്ത് ഇട്ട കസേരയിലിട്ട് അതിന് മുകളിൽ കയറിയാലും അതിന് കൈയെത്തില്ല എന്നാണ് ഇതുവരെയുള്ള ശാസ്ത്രീയ നിഗമനങ്ങൾ. എന്തായാലും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. ആ 2 കുട്ടികളെയും പീഡിപ്പിക്കുകയും ചെയ്തു. അത് പലരും പീഡിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന 2 കുട്ടികളെ ഏതായാലും അവരെ പീഡിപ്പിച്ചെങ്കിലും
അതുങ്ങൾ രക്ഷപ്പെട്ടു. അതേസമയത്ത് അവരുടെ കൂട്ടുകാരികളെ പിടിക്കാനുള്ള ശ്രമം അത് വിഫലമായി. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം മാതാപിതാക്കൾ. പ്രത്യേകിച്ച് ഈ ടെൻഡർ ഏജിലുള്ള കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പം അവരുടെ പിന്നാലെ ഉണ്ടാകണം. സ്കൂളിലെ ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം വേണം. കുട്ടികളെ അവിടെ സ്കൂളിൽ പറഞ്ഞു വിടുന്ന ഒപ്പം തന്നെ അവരുടെ ആരൊക്കെയാണ് അവരുടെ അധ്യാപകരെന്ന് അവരെ കാണണം. അവരെ 2 ആഴ്ച കൂടെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ, കുട്ടികളുടെ മാതാപിതാക്കളിൽ ഒരാൾ ഒന്ന് ബന്ധപ്പെട്ട് അവരുടെ കാര്യത്തെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് പോകുന്നത് നല്ലതാണ്. കാരണം അപ്പോൾ ഒരു ശ്രദ്ധ അധ്യാപകർക്കുണ്ടാവും. ഇതുപോലെ കുട്ടികളെ ആരെങ്കിലും വഴിതിരിച്ച് വിടാനായിട്ടോ ആരെങ്കിലും പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് മാതാപിതാക്കളെ പേടിയുണ്ടായിരിക്കാം. അവരെക്കാട്ടിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ടീച്ചർമാരോടാണ്. അതുകൊണ്ട് അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും, പ്രത്യേകിച്ച് ടെൻഡർ 18 വയസ്സിന് മുമ്പുള്ള മൈനറായ കുട്ടികൾ, +2 വരെ പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ പ്രിൻസിപ്പളിനെയും അവരുടെ ടീച്ചേഴ്സിനെയും ഒക്കെ കാണണം. എങ്കിലേ നമുക്ക് ഇതുപോലുള്ള ഈ വൈതരണിയിൽ നിന്ന് നമുക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താനൊക്കെ ഉള്ളൂ. പല കുട്ടികളും പീഡനത്തിന് വിധേയമായ ശേഷം ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. കുട്ടികളെ പലരും നമുക്ക് നഷ്ടപ്പെടുകയാണ്. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഹോമോസെക്ഷലിന് ചെയ്യാൻ പലരും ശ്രമിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിന് ശ്രദ്ധ വേണം. ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി, അവർ 18 വയസ്സിനുള്ള അകത്തുള്ള മൈനറായ കുട്ടികളെ മാതാപിതാക്കൾ എപ്പോഴും ചേർത്ത് പിടിക്കണം. അവരുടെ കൂട്ടുകാരുടെ കൂടെ ആണ് ഇപ്പം ഡ്രഗ്സുകളും മറ്റും കൈമാറ്റം ചെയ്യുന്നതും വിൽക്കുന്നതും. അമിതമായി പണം ചിലവാക്കുന്ന കുട്ടികൾ, മാതാപിതാക്കൾ കൊടുക്കാതിരിക്കുന്ന വീടുകളിൽ തീർച്ചയായിട്ടും കുട്ടികൾ അമിതമായി ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു വരുമാന മാർഗമായി ഡ്രഗ്സ് വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. കാരണം ചെറിയ കുഞ്ഞ് പൊതികൾ കൈമാറ്റം ചെയ്ത് കഴിഞ്ഞാൽ പണം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് കുട്ടികൾ അതിന് നല്ല വശമോ ദൂഷ്യവശമോ ഒന്നും അല്ല എന്ന് അവർക്ക് അറിയാൻ വേണ്ടത്. പണം കിട്ടുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും മറ്റൊരു വരുമാന മാർഗവും ഇല്ലാതെയും വീട്ടുകാർ വളരെ റെസ്ട്രിക്റ്റോടു കൂടി കുട്ടികളെ പണത്തിൻ്റെ കാര്യത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊരു വരുമാനം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വരുംവരാഴികളെ പറ്റി അവർക്കറിയില്ല. അവർ എന്താണ് വിൽക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. പക്ഷേ ഇത് വിറ്റാൽ സ്വല്പം സാമ്പത്തികം കിട്ടും എന്ന് മനസ്സിലാക്കുന്ന കുട്ടികളെല്ലാം ഇതുപോലുള്ള ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് പല സ്കൂളിലും കോളേജിലും നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത ദിവസങ്ങളിലെ പല പോലീസ് റെയ്ഡിനകത്ത് നമ്മൾ കളമശ്ശേരിയിലെ പോളിടെക്നിക്കിലെ അവിടെയൊക്കെ കണ്ടല്ലോ, വ്യാപകമായി കഞ്ചാവ് വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. പൂർവ്വ വിദ്യാർത്ഥികളാണ് അവിടെ നിന്ന് പിരിഞ്ഞു പോയാലും ശരി ഡ്രഗ്സുമായിട്ട് വീണ്ടും വന്ന് അവിടെയുള്ള കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് പരിച്ഛേദം നിർത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ മൈനറായ കുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. അവരുടെ ടീച്ചേഴ്സുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കണം.